പുത്തൻകുരിശ് MJSSA കേന്ദ്ര ഓഫീസിൽ നിന്നും 2026 ജനുവരി മാസം 17-ാം തീയതി അന്തിമോസ് മാത്യൂസ് മെത്രാപ്പൊലീത്ത. എല്ലാവർക്കും ഇരിക്കാം. അസാന്നിധ്യത്തിലെങ്കിലും കൽപ്പന മുഖാന്തരം നമ്മുടെ കൂടെയായിരിക്കുന്ന അഭിനന്ദനായ അന്തിമോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മേഖലയുടെ അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ വലിയ മെത്രാപ്പൊലീത്ത എബ്രഹാം മർസേവോറിയോസ് തിരുമേനിയെ ഈ സമയത്ത് സ്മരിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സൗത്ത് മാറാടി മൗണ്ട് ഹോറേബ് ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപന പെരുന്നാളാണ് ഇപ്പോൾ നാം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു പ്രാർത്ഥന ചൊല്ലിയത് നിങ്ങൾ ഏറ്റുപറഞ്ഞു. പക്ഷെ അത് ഹൃദയത്തിൽ തട്ടിയാണോ പറഞ്ഞെന്നറിയില്ല. കാരണം അതിൻ്റെ ഒരു ഭാഗത്ത് നിന്റെ തിരിച്ചരി രക്തങ്ങളുടെ അനുഭവത്താൽ അവിടവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ഓഹരിയും അവകാശവും ഞങ്ങൾക്ക് തരണം. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് കർത്താവിനോട് ചേരുവാനും അവനിൽ നിന്നുള്ള ഓഹരിയും അവകാശവും പ്രാപിക്കുവാൻ. ഇടവക ആരുടെ നാമത്തിലാണ് സ്ഥാപിക്കമായിരിക്കുന്നത്? ആ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായും. ശിലാസ്ഥാപനത്തോട് ചേർന്ന് നാം ഇന്ന് ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു? ആ പരിശുദ്ധനായ മോറമോർ ഇഗ്നാത്യോസ് ഏലിയാസ്തൃതിയൻ ബാവയുടെയും ജീവിതത്തില് നമുക്ക് അവരെ കുറിച്ചുള്ളതായ സാക്ഷ്യവും വിശ്വാസവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രീഭണ്ഡ വിചാരിപ്പുകാരാണ് അവര്. കാരണം വിശുദ്ധ കുർബാനയിൽ നാം അർപ്പിച്ചതായ പ്രാർത്ഥനയിൽ പറയുന്നു, തങ്ങളുടെ പുണ്യപ്രവൃത്തികളാൽ പ്രാർത്ഥനയാലും നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ ഓഹരിയും അവകാശവും ഞങ്ങൾക്ക് തരണം. മാറാടി ദേശത്തുള്ള ഈ ദേവാലയം, വേറെ 3 ദേവാലയം കൂടി ഉണ്ട് എന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചു. ഈ ദേവാലയത്തിൽ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാവണം, നല്ല അനുഭവം നമുക്കുണ്ടാവണം. മോറാമോർ ഇഗ്നാത്യോസ് ഏലിയാസ്തൃതിയൻ ബാവ അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് അനുകൂലമായ ജീവിതം, തൻ്റെ സമർപ്പണം മുഖാന്തരം കർത്താവിൻ്റെ ഭണ്ഡാര വിചാരകനായി നിയമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്കും ഏലിയാസ്തൃതിയൻ ബാവായിക്ക് അവിടുന്ന് കൊടുത്ത ഓഹരിയും അവകാശവും എന്ന് പറഞ്ഞാൽ ദി ഷെയർ ആൻഡ് ദി പ്രിവിലേജ്, ഇത് ഞങ്ങൾക്ക് ലഭിക്കണം. ഇതൊരു അഹങ്കാര ആഗ്രഹമല്ല. ഇത് വളരെ വിനയത്തോടുകൂടി ആത്മശരീര മനസ്സുകളെ ഈ പെരുന്നാൾ ദിവസം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം നടത്തുന്ന പ്രാർത്ഥനയാണ്. അവിടുന്ന് ഏലിയാസ്തൃതിയൻ ബാവായിക്ക് കൊടുത്തതായ ആ ബഹുമാന്യത അത് ഞങ്ങൾക്കും തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഞങ്ങൾക്കുമാവണം. ഇതൊരു അമിത ആഗ്രഹമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഏലിയാസ്തൃതിയൻ ബാവ അല്ലെങ്കിൽ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാര് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം അർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാവണം. ഇതിനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ഈ പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോൾ പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ ഈ ഇടവകയുടെ ശിലാസ്ഥാപനം ഓർക്കുമ്പോൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്താൽ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാനിടയാവണം. ഈ ദേവാലയത്തിൻ്റെ പേര് തന്നെ ഹോറേബ് ദേവാലയം എന്ന്. എന്താണ് ഹോറേബിൽ നടന്നത്? അതിവിടെ നടക്കണം. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ഹോറേബ്.
സ്ഥലങ്ങളുടെ പേരിലുള്ള ദേവാലയങ്ങൾ നമുക്ക് വളരെ കുറവാണ്. ബേത്ലഹേം ദേവാലയമുണ്ട്, ജെറുസലേം ദേവാലയമുണ്ട്, ഊർശലേം ദേവാലയമുണ്ട്, ഇപ്പോൾ ഹോറേബ് ദേവാലയമുണ്ട്, സീനായി ദേവാലയമുണ്ട്, നസ്രത്ത് ദേവാലയമുണ്ട്. മാറാടി ദേശത്തെ ദേവാലയത്തിൻ്റെ പേര് ഹോറേബ് ദേവാലയമെന്നാണ്. ഈ ഹോറേബിലാണ് മനുഷ്യനും ദൈവവും കണ്ടുമുട്ടിയത്. മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഹോറേബ് മലയിൽ അഥവാ സീനായ് മലയിൽ വെച്ച് ആ നടന്ന കൽപ്പലകളുടെ ദാനം, ജീവിതത്തിൻ്റെ നിയമാവലികൾ, എങ്ങനെയാണ് ഇസ്രായേൽക്കാർ മുൻപോട്ട് ജീവിക്കേണ്ടത് എന്ന് ദൈവം കൊടുത്ത 10 കൽപ്പനകൾ ഉദയസൂര്യനെ പോലെ ശോഭിച്ചു വന്ന മോശ ഇറങ്ങി വന്നത് ജനം കണ്ടു. ഹോറേബ് ദേവാലയത്തിൽ നിന്ന് ദൈവവുമായി സംസർഗം ചെയ്യുന്ന മോശ സാധാരണ ഒരു മനുഷ്യനെ പോലെ കയറിപ്പോയെങ്കിൽ മോശ തേജസ്സുറ്റവനായി സൂര്യനെ പോലെ പ്രകാശിച്ച് 2 കരങ്ങളിലും കൽപ്പനകൾ ഏന്തി ഇസ്രായേലിന് നിയമം കൊണ്ടുവന്നു. ഇതാണ് ഹോറേബിൽ നടന്നത്. ഇതാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നടക്കേണ്ടത്. പക്ഷെ പലപ്പോഴും മോശ ഹോറേബിൽ നിന്ന് താഴെ വരുന്നപ്പോൾ കാണുന്ന അതിദയനീയമായ നിഷ്ഠൂരമായ കാഴ്ചയാണ് മോശ കണ്ടത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നു. മോശ കൽപ്പനകൾ വലിച്ചെറിഞ്ഞു. അതിനുശേഷമുള്ളതായ ഇസ്രായേലിന്റെ പശ്ചാത്താപം, മോശ അതിന് നിയമങ്ങൾ കൊടുത്തു. അത് ആ പാപം പരിഹരിക്കപ്പെട്ടു. മാറാടി താബോർ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുടെ കയ്യിൽ ഇപ്പോൾ ആലോചിക്കണം, കൽപ്പലകൾ വേണോ അതോ കാളക്കുട്ടിയെ വേണോ? ഇങ്ങനൊരു മാനസാന്തരം, ഇങ്ങനൊരു മനരൂപീകരണം ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മുടെ പിതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം ഉണ്ടാക്കിയത്. ഈ ദേവാലയം സ്ഥാപിച്ചത് 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ സ്നേഹം നിലനിൽക്കണം. ഇവിടെ അനുഭവിക്കപ്പെടേണ്ടത് ദൈവസ്നേഹമാണ്, വഴക്കുണ്ടാക്കാനുള്ളതല്ല. പൊതുയോഗം കൂടിയിട്ട് പരസ്പരം മല്ലടിക്കുവാനുള്ളതല്ല. ഇവിടെ സ്നേഹം പങ്കിടുവാനുള്ള ആലയമാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ വിവരണം രാവിലെ വിശുദ്ധ കുർബാന മധ്യത്തിൽ സ്ലീഹ വായിച്ചപ്പോൾ നാം കേട്ടു. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, മഹാവിശുദ്ധ സ്ഥലമുണ്ട്. അതാണ് ഈ സൗത്ത് മാറാടി ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ. ഈ ദേവാലയത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് പ്രാകാരം, ഇവിടെ നമസ്കാരം നടക്കുന്നുണ്ടതാണ് വിശുദ്ധ സ്ഥലം, ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതാണ് മഹാവിശുദ്ധ സ്ഥലം. ഇത് തന്നെയാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷൻ. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആകുമ്പോൾ സുറിയാനി സഭയുടെ ആരാധനാലയങ്ങൾ മുഴുവനും അങ്ങനെയുള്ളതായ സ്ട്രക്ചറിലാണ്. ഇപ്പോൾ ഒക്കെ മാറി വട്ടത്തിലും നീളത്തിലും ഒക്കെ ആക്കി. പിതാക്കന്മാർ പഠിപ്പിച്ചത് ജെറുസലേം ദേവാലയത്തിൻ്റെ ഘടകം, ആ ഘടനയായിരിക്കണം ഓരോ ദേവാലയത്തിനും ഉണ്ടാവേണ്ടത്. ഇവിടെ ദൈവവും മനുഷ്യരും പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, ദൈവത്തിലേക്ക് സമർപ്പിക്കണം. അത് മുഖാന്തരമായി ലോകത്തിന് സ്നേഹം പകരണം. ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചൊരു പാരമ്പര്യമുണ്ട്. വേദപുസ്തകത്തിലുള്ളൊന്നുമല്ല കേട്ടോ, പ്രീസ്റ്റ് ട്രഡീഷൻ എന്ന് പറയും. എങ്ങനെയാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥലം കണ്ടെത്തിയത്? നമ്മളൊക്കെ പള്ളി പണിയുമ്പോൾ പള്ളിയുടെ സ്ഥലം വേണം, കല്ലിടണം, കട്ടള വെക്കണം, ഒത്തിരി കാര്യങ്ങളില്ലേ. ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥലം കണ്ടതിനെ കുറിച്ച് പറയുന്നത് 2 സഹോദരന്മാർ ഒരിക്കലും പരസ്പരം വഞ്ചിക്കാത്ത നിഷ്കളങ്കമായ പരിപാവനമായ സ്നേഹമുള്ള 2 സഹോദരന്മാർ. അവരെല്ലാം ഒന്നിച്ചാണ് ചെയ്യുന്നത്. കച്ചവടം ചെയ്യുന്നത് ഒന്നിച്ച്, കൃഷി ചെയ്യുന്നത് ഒന്നിച്ച്, കൃഷിയുടെ ലാഭം വീതമിക്കുന്നത് ഒന്നിച്ച്, ഒരു വ്യത്യാസവുമില്ല. മൂത്ത സഹോദരന് 4 മക്കളുണ്ട്.
ഇളയവന് മക്കളില്ല, ഭാര്യയേ ഉള്ളൂ. അങ്ങനൊരു വ്യത്യാസം അവർ തമ്മിലുണ്ട്. എന്നാലും മക്കളുള്ളവന് കഷ്ടപ്പാട് അനുഭവിക്കാതെ, മക്കളില്ലാത്തവൻ അതിൻ്റെ ദുഃഖം അനുഭവിക്കാതെ അവർ രണ്ടുപേരും വളരെ സന്തോഷമായി കഴിഞ്ഞുകൂടുകയാണ്. ഒരു കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ തമ്മിൽ കൊയ്ത്ത് വിഭവങ്ങൾ പങ്കുവച്ചു. രണ്ടുപേരുടെയും കളപ്പുരയിൽ ധാന്യങ്ങൾ കൂട്ടി. അനുജൻ വിചാരിച്ചു, എനിക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ട് ജ്യേഷ്ഠൻ സമ്മതിക്കില്ല, എന്നാലും എൻ്റെ കളപ്പുരയിൽ നിന്ന് കുറേ ധാന്യമെടുത്ത് ജ്യേഷ്ഠൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ കളപ്പുരയിൽ വെക്കണം. കാരണം അദ്ദേഹത്തിന് പിള്ളേരുമൊക്കെ ഉള്ളത്. ജ്യേഷ്ഠൻ അതേസമയം തന്നെ സ്വപ്നം കണ്ടു, എൻ്റെ അനിയന് മക്കളില്ലല്ലോ, അതുകൊണ്ട് അവനൊരു വലിയ കുറവാണത്. ധാന്യത്തിലും അവനൊരു കുറവുണ്ടാവാതിരിക്കാൻ എൻ്റെ കളപ്പുരയിൽ നിന്ന് കുറേ ധാന്യമെടുത്ത് അവന് കൊണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് കിടന്ന ഒരു രാത്രിയിൽ അനിയൻ അവൻ്റെ കഴുതപ്പുറത്ത് ഈ കോപ്പെല്ലാം കൂട്ടി ചേട്ടൻ്റെ അടുക്കിലേക്കും, ജ്യേഷ്ഠൻ അയാളുടെ കഴുതപ്പുറത്തെ കോപ്പുകളെല്ലാം കൂട്ടി അനിയൻ്റെ സ്ഥലത്തേക്കും വന്നു. ഇടയ്ക്ക് ഇവർ കണ്ടുമുട്ടിയപ്പോൾ നീ എവിടെ പോകുന്നു, അങ്ങ് എവിടെ പോകുന്നു? രണ്ടുപേരുടെയും ഉദ്ദേശങ്ങൾ പറഞ്ഞു. രണ്ടുപേരുടെയും സ്നേഹം അവിടെ വെച്ച് പൂത്ത് ഉലഞ്ഞു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചേട്ടൻ അനിയനോടും അനിയൻ ജ്യേഷ്ഠനോടും കാണിച്ച ആ സ്നേഹം, ആ വലിയ സംഗമം എവിടെ നടന്നു? അവിടെയാണ് ജെറുസലേം ദേവാലയം പണിതത് എന്നൊരു ട്രഡീഷൻ, ഇതൊരു പാരമ്പര്യം മാത്രമാണ്. ഈ മാറാടി ദേവാലയം പണിതത് നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്നേഹമാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ അധ്വാനമാണ്, അവരൊഴുക്കിയ വിയർപ്പാണ്. അതിൻ്റെ ഫലമാണ് നാം ഇന്ന് കൊയ്യുന്നത്. അവരെ നന്ദിയോടുകൂടെ സ്മരിക്കണം. കാരണം ഇന്നത്തെ സൗകര്യങ്ങളില്ലല്ലോ. ഇന്ന് കാണുന്ന മണ്ണ് കോരുവാനുള്ളതായി യന്ത്രസാമഗ്രികൾ അന്നില്ലല്ലോ. അന്ന് കല്ല് വാർത്തെടുക്കുവാനുള്ള സംവിധാനമില്ല. എല്ലാം നമ്മുടെ പിതാക്കന്മാർ കാർഷിക വേലയ്ക്ക് ശേഷം ഒരു ദേവാലയം പണിയുന്നതിന് ഒന്നിച്ചുകൂടി സ്നേഹം പങ്കിട്ടു. ആ സ്നേഹമാണ് നമ്മെ ഇന്ന് ഇവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശിലാസ്ഥാപന കർമ്മം, പെരുന്നാൾ വലിയ അനുഗ്രഹമാണ്. കാരണം നിങ്ങൾക്ക് ഈ നന്മയും നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള നല്ല സ്മരണയും കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഈ ശിലാസ്ഥാപന പെരുന്നാൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. എലിയാസ് തൃതീയൻ ബാവയുടെ മധ്യസ്ഥത ഫെബ്രുവരി ആവുകയാണ്. ഇന്നലെ അവിടുന്ന് ഡമാസ്കസിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധി വരുന്നുണ്ട്. മോർ ജോസഫ് ബാലി എന്ന തിരുമേനിയാണ് വരുന്നത്. ഡേറ്റൊക്കെ പിന്നീട് തീരുമാനിക്കും. പഞ്ഞിനിക്കര പെരുന്നാളിന് ബാവായുടെ പ്രതിനിധി ഉണ്ടാവും. എല്ലാവരും അവിടെ പോകണം. നമുക്കറിയാം, വള്ളംകുളം വഴി ഞാൻ താമസിക്കുന്നിടത്ത് കൂടെ അനേക ആയിരങ്ങളാണ് കടന്നു പോകുന്നത്. അവിടെ ധാരാളം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാനും എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. എന്ത് പരിശുദ്ധ ബാവായുടെ മധ്യസ്ഥതയുടെ അനുഭവമാണ്. അനുഭവം ഉണ്ടാകാൻ വേണ്ടിയല്ല, അനുഭവിച്ചത് നന്ദിയോടെ സ്മരിക്കാനും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ടാണ് ആ പരിശുദ്ധ കബറിലേക്ക് നാം പോകുന്നത്. ഇവിടെ പരിശുദ്ധനായ എലിയാസ് തൃതീയൻ ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. മഞ്ഞരിക്കരയിലും ഇത് തന്നെയാണ്. മഞ്ഞരിക്കരയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം, ഭൗതിക ശരീരം അടക്കം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നുള്ള തിരുശേഷിപ്പ് മാറാടി ദേവാലയത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പരിശുദ്ധ ബാവയുടെ കല്ലറയാണ്. അതുകൊണ്ട് അവിടെ ആരും പോകണ്ടായെന്നല്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് പരിശുദ്ധ ബാവയുടെ തിരുശേഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ഖബറ് ഈ ദേവാലയത്തിൽ നിർമ്മിക്കപ്പെടുവാൻ തിരുമേനിമാരെ സൗമനസ്യം കാണിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ്. എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. എത്ര നല്ല സുഖമില്ലാത്തൊരു അനുഭവമുണ്ടതുകൊണ്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഏറെ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ഗവർഗീസാച്ചനോടും ബഹുമാനപ്പെട്ട ബിജോച്ചനോടും അതുപോലെ തന്നെ അങ്കിത്തച്ഛനോടും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ബലി അർപ്പിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശുശ്രൂഷകരെയും ഗായക സംഘത്തെയും ഈ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഗവർഗീസ് അച്ഛൻ ഈ ഇടവകയുടെ മുൻ വികാരിയാണ്. ഞങ്ങൾ പലരുടെ സ്ഥലത്ത് വെച്ച് പലപ്പോഴും കണ്ട് പരിചയമുള്ളതുകൊണ്ട് അച്ഛനെ രാവിലെ കാണുവാനായിട്ടിടയായി. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട രണ്ട് വൈദികരുടെയും ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, സ്നേഹത്തിനാണ് സഭ സ്ഥാപിക്കുന്നത്. രണ്ടാമത് വിശ്വാസം സംരക്ഷിക്കുന്നതിനാണ്.
ഈ ദേവാലയങ്ങൾ പണിതത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ വിശ്വസ്തയോടുകൂടെ വിശ്വാസം പരിപാലിക്കുന്നതിനാണ്. പലയിടത്തും ഇന്നത് ചോദ്യം ചെയ്യപ്പെടുന്നു. എനിക്ക് തന്നെ പലപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നാറുണ്ട്. കാരണം ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹം ഇന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. ലജ്ജ കൊണ്ട് തല താഴ്ത്തിയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ജീവൻ പോയാലും അവസാനത്തുള്ളി വരെ ഈ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പരിപാലനത്വം പരിരക്ഷിക്കുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമുദായം മുൻപോട്ട് പോകുന്നത്. ആ വിശ്വാസം സംരക്ഷിക്കുന്നതിനാണ് പിതാക്കന്മാർ ദേവാലയം പണിത്. അത് അഭംഗുരം. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും, പള്ളി നഷ്ടപ്പെട്ടാലും, സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടാലും ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിനാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. ആ സ്ഥാപനോദ്ദേശം ശക്തമായി നടക്കട്ടെ, തുടരട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും